നിങ്ങളുടെ വീട്ടിലുള്ള ഈ പഴയ ഇൻവെർട്ടർ മാറ്റാറായ എങ്കിൽ ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന ഇൻവെർട്ടർ ഒന്ന് കണക്ട് ചെയ്ത് നോക്ക്. ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യുക. ബാറ്ററിയുടെ വയർ കണക്ട് ചെയ്യുക, ബാക്കിൽ സോളാർ പാനലിൻ്റെ വയർ കണക്ട് ചെയ്താൽ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ ലൈവായിട്ട് പകൽ വർക്ക് ചെയ്യുകയും ചെയ്യാം. അതിനകത്ത് ബാറ്ററിയിലുള്ള ചാർജ് കൊണ്ട് തന്നെ സോളാർ പോയാലും നിങ്ങൾക്ക് വർക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഒരു ടെക്നീഷ്യൻ്റെ സഹായം ഇല്ലാണ്ട് തന്നെ ചെറിയൊരു അറിവുള്ളവർക്ക് ഇത് സെറ്റ് ആവുന്നുള്ളൂ. ഈ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സോളാറിൽ നിന്ന് മാത്രം ചാർജ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് ഓഫ് ഗ്രിഡിലെ ഹൈബ്രിഡ് ഇൻവെർട്ടറാണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം ഈ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ. ഇങ്ങനൊരു കിടിലം ബോക്സിലാണ് നമ്മുടെ സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടർ വന്നത്. ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വശത്തെ വ്യൂ വന്നത്. ഇതിന് LED ഇൻഡിക്കേറ്ററിലും ഡിസ്പ്ലേയിലും എല്ലാ ഡീറ്റെയിൽസും കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് എത്ര യൂണിറ്റ് ഇട്ടി സോളാറിൽ നിന്നാണ് ലൈവായിട്ട് വർക്ക് ചെയ്യണതെല്ലാം ഇതിനകത്ത് അറിയും. അതുപോലെ തന്നെ നമുക്ക് 2 വർഷമാണ് ഇതിൻ്റെ വാറൻറ്റി ഉള്ളത്. അതുപോലെ അതിൻ്റെ ഡാറ്റാ ഷീറ്റും ടെക്നിക്കൽ ഡീറ്റെയിൽസും അടങ്ങിയതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ഇയർ ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ നമുക്ക് നോക്കാം. ഇതാണ് സോളാർ ചാർജിങ്. ഇത് അതുപോലെ തന്നെ നമുക്ക് ലിഥിയത്തിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററിയിലേക്ക് കൊടുക്കണ വയറാണിത്. ഇത് ബാറ്ററിയിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ സോളാർ പാനൽ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യും. ഇത്രയും നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും സോളാറിൽ ലൈവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. 1000 വാട്ട്സാണ് ഇതിൻ്റെ മാക്സിമം കൊടുക്കാൻ പറഞ്ഞത്. ലിഥിയത്തിന് വേണ്ടി സെറ്റിങ്സും ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഇൻവെർട്ടർ വാങ്ങാനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി.